ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട ദുരൂഹതയേറുന്നു. അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അനുശോചിച്ച് ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദുഃഖാചരണം നടത്തുകയാണ്. കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളുള്ളവരാണ് കൊല്ലപ്പെട്ട രണ്ട് നേതാക്കളും. മാത്രമല്ല, ഇറാൻ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖൊമേനിയുടെ അടുത്ത അനുയായികളുമായിരുന്നു ഇബ്രാഹിം റൈസിയും അമീർ അബ്ദുല്ലാഹിയാനും. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മരണവുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ഇസ്രായേൽ അടക്കമുള്ള ശത്രു രാജ്യങ്ങൾക്ക് നേരെയാണ് ചിലർ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ രാജ്യത്തിനകത്തും റൈസിക്ക് ഒട്ടേറെ ശത്രുക്കൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട്. കൂടുതൽ പേരും സംശയനിഴലിൽ നിർത്തുന്നത് ഇസ്രായേലിനെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് ഏറ്റവും മോശപ്പെട്ട നിലയിൽ നിൽക്കുമ്പോഴാണ് ഇരു നേതാക്കളുടെയും മരണം. ഇസ്രായേലിന്റെ പങ്കാളിത്തം തള്ളിക്കളയാനാവില്ലെന്നാണ് ഇക്കണോമിസ്റ്റ് മാസികയുടെ റിപ്പോർട്ടിലുള്ളത്. ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന് ഇറാനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ വധിച്ച ചരിത്രം നേരത്തെയുമുണ്ട്. എന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന ഇത്തരമൊരു നടപടിക്ക് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാകില്ലെന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. റൈസിയുടെ കീഴിലുള്ള ഇറാനിയൻ ഭരണ നേതൃത്വം സമീപ വർഷങ്ങളിൽ വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചായിരുന്നു മുന്നോട്ടു പോയത്. പൗരോഹിത്യ ഭരണത്തിനും സാമ്പത്തിക സാഹചര്യങ്ങൾക്കുമെതിരെ പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇതിനെയെല്ലാം അടിച്ചമർത്തിയ ഭരണകൂടം മിതവാദി നേതാക്കളെയും ഒതുക്കിയാണ് മുന്നോട്ടു പോയത്. അതിനാൽ രാജ്യത്തിനകത്ത് തന്നെയുള്ള ശത്രുക്കളുമാകാം മരണത്തിന് പിന്നിലെന്നും അഭ്യൂഹങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.